കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 23-24 വാക്യങ്ങൾ. പിന്നെ യേശു എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിക്കാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തൻ്റെ ക്രൂശെടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും. കർത്താവാണ് പറഞ്ഞത്. അക്ഷരികമായിട്ട് നമ്മൾ വ്യാഖ്യാനിച്ചാൽ വലിയ കുഴപ്പത്തിൽ ചാടും. എന്നാൽ ആ അധ്യായത്തിലെ ഒരത്ഭുത കാര്യമുണ്ട്. 5 അപ്പവും 2 മീനും 5000 ആൾക്കാർ. ശിഷ്യന്മാർ വന്നിട്ട് പറയുന്നു, അവരെ പറഞ്ഞയക്കണം. യേശു പറയുന്നു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. അവർ 2 കൈ ഇങ്ങനെ മലർത്തിയിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങളുടെ പക്കലില്ല. ഞങ്ങൾ പോയി സകല ജനത്തിനും വേണ്ടി ഭോജ്യങ്ങൾ കൊള്ളണം. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, അവരെ 50 വീതം പന്തിയായി ഇരുത്തുവിൻ. എന്തിനാണ് എന്ന് ചോദിച്ചില്ല. അവരിരുത്തി. ഇതിന് പറയുന്ന പേരാണ് കുരിശെടുക്കുക. വിശ്വാസത്തിൻ്റെ പ്രവൃത്തിക്ക് പരിശുദ്ധാത്മാവ് പറയുന്ന പേരാണ് കുരിശെടുക്കുക. എപ്പോഴാണ്? ഡെയിലി, ദിവസം. യേശു കർത്താവിനെ കുറിച്ച് പറയുന്നത്, അവൻ വിശ്വാസത്തിൻ്റെ നായകനാണ്, പൂർത്തി വരുത്തുന്നവനാണ്. ക്രൂശും ചുമന്നുകൊണ്ട് പോവുക. വഴിയിലൊരു ശീമോൻ വരുന്നു, സഹായിക്കാൻ വന്നു. ഇല്ല, ഞാൻ തന്നെ ചെയ്തോളാം, എനിക്കിവിടം വരെ എത്തിക്കാമെങ്കില്ല. ഏറ്റെടുത്തത് സ്വീകരിച്ചു. ദൈവം മനുഷ്യൻ്റെ സഹായം സ്വീകരിച്ചു. രക്ഷാപ്രവൃത്തിയാണെന്ന് ഓർക്കണം. ലോകത്തിലെ ചരിത്രത്തിലെ ഒരേ ഒരു രക്ഷാപ്രവൃത്തി. ശീമോൻ്റെ സഹായം സ്വീകരിച്ചു. ക്രൂശിൽ തറച്ചു, പരിഹസിച്ചു, നിന്ദിച്ചു, കളിയാക്കി. തിരിച്ചു പറഞ്ഞില്ലെന്ന് മാത്രമല്ല, കർത്താവെ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയാക്കിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ആ കുരിശിൽ കടക്കുന്ന അവസ്ഥയിൽ അമ്മയെ യോഹന്നാനെ ഏൽപ്പിച്ചു. ഹല്ലേലൂയ. തൻ്റെ സെൽഫിനെ അവൻ ഡിനൈ ചെയ്തു. തൻ്റെ സ്വയത്തെ അവൻ ഡിനൈ ചെയ്ത് നിഷേധിച്ചു. അതിന് പറയുന്ന പേരാണ് ക്രൂശ്. ഇത് ചെയ്തത് എന്തിനാണ്? കരഞ്ഞുകൊണ്ടാണോ? നിരാശപ്പെട്ടാണോ? അല്ല, വിശ്വാസത്താലാണ് അവൻ ചെയ്തത്. 3-ാം ദിവസം മഹത്വത്തോടെ ഞാൻ ഉയർക്കും. ആദാമിൻ്റെ മക്കൾക്കെല്ലാവർക്കും രക്ഷാകാരണമായി തീരും. രക്ഷാനായകനാകും. വിശ്വാസത്തിൻ്റെ പ്രവൃത്തിക്കൊരു നിന്നയുണ്ട്, റിസ്ക് ഉണ്ട്. പ്രാർത്ഥിക്കുന്നവൻ, ഉപവസിക്കുന്നവൻ ആ റിസ്ക് ഏറ്റെടുക്കും. പ്രാർത്ഥിക്കാതെ, സഭയിൽ പോകാതെ ജോലി കിട്ടുകയല്ലേ? കിട്ടും. അവിടെ ഇവിടെ കോടി കിടക്കും. ജോലി മേടിച്ചുകൂടെ? കിട്ടും. പൈസ ഉണ്ടായിക്കൂടെ? ഉണ്ടാക്കാം. കല്യാണം കഴിച്ചുകൂടെ? കല്യാണം കഴിക്കാം. കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചുകൂടെ? ജനിപ്പിക്കാം. സഭ തുടങ്ങിക്കൂടെ? അതുവരെ തുടങ്ങാം. കാലം മാറി. കാലിൽ അതിനെക്കുറിച്ച് കർത്താവ് പറയുന്നത്, നിങ്ങൾ ലോകം മുഴുവൻ നേടിയാലും നീ നഷ്ടപ്പെട്ടു പോയ എന്ത് പ്രയോജനം? നീ നിന്നെ തന്നെ ഡിനൈ ചെയ്യുമ്പോൾ നീ നിന്നെ നേടുകയാണ്. അതാണ് കർത്താവിൻ്റെ പോളിസി. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്താൽ, നീ നിന്നെ തന്നെ നിഷേധിക്കുമ്പോൾ, നീ കർത്താവിന് വേണ്ടി ചിതറിക്കുമ്പോൾ നീ സമ്പാദിക്കുകയാണ്. കർത്താവിനെ കൂടാതെ ചിതറിക്കാം. നമ്മൾ പറഞ്ഞതുപോലെ നേടാം. നേട്ടമല്ല, അത് കോട്ടമാണ്. ഛേദം വരുത്തുകയാണ്. കർത്താവിനെ കൂടാതെ ശേഖരിക്കുന്നവൻ ചിതറിക്കുകയാണ് ചെയ്യുന്നത്. ലോകത്തിലെ അനുഗ്രഹിക്കപ്പെട്ട അന്തസ്സുള്ള ഒരു പ്രീച്ചറാകാമായിരുന്നു പോളിന്. വേണമെങ്കിൽ ഡോക്ടർ പോൾ എന്ന് പേരെഴുതി പരിസേയരുടെ ഇടയിലും സമൂഹത്തിലും ഉന്നത സ്ഥാനീയരുടെ ഇടയിലും സ്ഥാനം നേടാമായിരുന്നു. ഈ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ചിത്രിച്ചു കളഞ്ഞു. അതുകൊണ്ട് എന്ത് പറ്റി? അദ്ദേഹം ജീവിച്ചിരുന്ന കാലയളവിലല്ല, ഈ 2000 വർഷത്തിനിപ്പുറം ക്രിസ്തുവിൻ്റെ വിശ്വസ്തദാസൻ എന്നുള്ള പേരോടെ, കർത്താവിൻ്റെ നല്ല പണിക്കാരൻ എന്ന പേരോടെ തല ഉയർത്തി നിൽക്കുന്നു. ഹാബേലിനെ കുറിച്ച് പറയുന്ന പോലെ, മരിച്ചിട്ടും വിശ്വാസത്താൽ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ, പോള് ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് സകല സഭകളെക്കുറിച്ചുള്ള ചിന്താകുലമുണ്ടെന്ന് പറഞ്ഞവൻ ഇന്നും സഭകളെ പണിതുകൊണ്ടിരിക്കുന്നു. ധൈര്യത്തോടെ ടാസ്ക് ഏറ്റെടുക്കാം. പ്രാർത്ഥനാമുറിയിൽ ശക്തി നേടിയിട്ട് വിശ്വാസത്തിൻ്റെ ചുവട് വയ്ക്കാം. കർത്താവ് ഉത്തരവാദി. കർത്താവ് അത് പറയുന്നുണ്ടല്ലോ. ആൾക്കാർ ചെയ്യാത്തത് ലജ്ജിക്കപ്പെടുമെന്ന് പഠിച്ചിട്ടാണ്. ആരെങ്കിലും എൻ്റെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ കർത്താവ് വരുന്ന സമയത്ത് അവനും
നിങ്ങളെ ചേർക്കാൻ ലജ്ജിക്കും. നമുക്കത് വേണ്ട. നമുക്ക് കർത്താവിനെ ഉയർത്താം. വിശ്വാസത്തിൻ്റെ ചുവട് വയ്ക്കാം. വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുന്നവനുമായ കർത്താവ് സഹായിക്കും. ആമേൻ.